ഇന്ന് ഒക്ടോബർ 20 മലയാളത്തിൽ നിന്നുള്ള 4 സിനിമകളുടേത് ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തേത് 2 OTT റിലീസായ സിനിമകളെ കുറിച്ചാണ്. അതിലൊന്ന് വത്സല ക്ലബ്ബ് എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസായിരിക്കുന്നു. മറ്റൊരു മലയാളം സിനിമ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചാട്ടുളി എന്ന സിനിമയാണ്. ഈ ചിത്രവും ഇപ്പോൾ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഈ 2 ചെറിയ മലയാളം സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. അടുത്തത് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന തമിഴ് സിനിമ ശക്തി തിരുമകൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിജയ് ആന്റണി നായകനെത്തിയ സിനിമ ഈ ആഴ്ച ഒക്ടോബർ 24 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസിനായിട്ട് എത്തുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ തമിഴ് സിനിമ OTT ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയൊരു മലയാളം സിനിമയാണ് ഇന്ദ്രൻസ്. മീനാക്ഷി തുടങ്ങിയവർ അഭിനയിച്ച പ്രൈവറ്റ് സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. നവംബറിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തിലെ വൻ ഡിസാസ്റ്ററായ ഒരു മലയാളം സിനിമയാണല്ലോ കരം. വിദേശത്ത് ഷൂട്ട് ചെയ്ത വൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വിനീത് ശ്രീനിവാസൻ സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും ആരും സ്വന്തമാക്കിയെന്ന് ഉറപ്പാക്കപ്പെട്ടിട്ടില്ല. സോണി ലിവ് സ്വന്തമാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അടുത്ത മാസം നവംബറോടെ OTT റിലീസും പ്രതീക്ഷിക്കുന്നു. തെലുഗു ഭാഷയിൽ നിന്നുള്ള ദേ കോൾഹി മോജി എന്ന സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. പവൻ കല്യാണിന്റെ കരിയറിലെ തന്നെ വൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ ആഴ്ച ഒക്ടോബർ 23 തീയതി മലയാളം ഉൾപ്പെടെയുള്ള 4 ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് OTT പ്ലാറ്റ്ഫോം. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസം ഒക്ടോബർ 1 തിയേറ്ററുകളിലേക്ക് എത്തിയ ധനുഷ് സിനിമ അടുത്തയാഴ്ച ഒക്ടോബർ 30 ആമസോൺ പ്രൈമിൽ ലഭ്യമാകും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനത്തേത് ദിവാലി റിലീസായിട്ട് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി 50 കോടിയിലധികം കളക്ഷൻ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത പ്രദീപിന്റെ ഡ്യൂഡ് അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. സിനിമ നവംബർ മാസം പകുതിയോടെ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസാകുമെന്നും ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ സിനിമ OTT ലഭ്യമാകും. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്ക്.